ടുട്ടു ടുട്ടു. അയ്യോ, കുട്ടാപ്പിയാണല്ലോ. ഈ ടുട്ടു എവിടെ പോയി കിടക്കുക? ഈ ചെക്കൻ ഇതുവരെ എണീറ്റില്ലേ ദൈവമേ. ടുട്ടു മോനെ, അവൻ ഇപ്പൊ വരും. അവൻ ഒരുങ്ങാന്നാ തോന്നുന്നേ. നീ ഇവിടെ ഇരിക്കേ. ശരി അമ്മേ. ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടാ പോകുന്നത്. ദാ അവൻ എത്തിയല്ലോ. ഇനി വേഗം രണ്ടാളും പോവാൻ നോക്ക്. ടുട്ടു വേഗം നടക്ക്. ഇന്നും വൈകി ചെന്നാലേ ടീച്ചർ തല്ലും പറഞ്ഞിട്ടുണ്ട്. വേഗം ഓടട്ടെ. ഇന്നലെ ഞാൻ എഴുതാൻ പറഞ്ഞ വർക്ക് എല്ലാവരും എഴുതിയോ? എഴുതാത്തവരൊന്ന് എണീറ്റ് നിന്നേ. നീയൊക്കെ എന്തിനാണ് വെറുതെ സ്കൂളിലോട്ട് രാവിലെ തന്നെ കെട്ടി വരുന്നേ? ഇന്നലെ തന്ന വർക്ക് എന്താ എഴുതാത്തത്? മറന്നു. മറന്നു. നിങ്ങൾ രണ്ടാളൊന്ന് ഫുഡ് കൊണ്ടുവരാൻ മറന്നോ? ഇല്ല. എഴുതാനോ വായിക്കാനോ പറഞ്ഞാൽ അതൊട്ട് ചെയ്യൂല. എന്നിട്ട് വെറുതെ ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഈ നീട് രണ്ടുപേരും നല്ലോണം ഇങ്ങോട്ട് നീട്ടി പിടിക്കേ. എത്ര നാളെയാ കഴിഞ്ഞു പോയേ. ആ രണ്ടാളും അച്ഛനെയും അമ്മനെയും കൂട്ടിയിട്ട് ക്ലാസ് കയറിയാൽ മതി. വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. കുട്ടാപ്പി, എനിക്ക് സ്കൂൾ ജീവിതം മടുത്തു. നിനക്കോ? ശൈലങ്ങാളും മടുത്തിക്കണേ. എന്താ ചെയ്യാ? വെറുതെ ഇങ്ങനെ ടീച്ചർ അടിയും. വീട്ടിൽ ചെന്നാലോ അമ്മയുടെ അടിയും. എടാ, നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? അവനും കുറെ ആയിക്കോണം വിചാരിച്ചണു ഇവിടെ എവിടേക്കെങ്കിലും ഒന്ന് സ്ഥലം വിട്ടാലോന്ന്. ഇല്ല, നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ടാ ആർക്കും ഒരു നിലയോ വിലയില്ലാത്ത. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലേ വീട്ടുകാർക്കും ടീച്ചർമാർക്കും ഒക്കെ നല്ല നിലയും വിലയും കാണും. അതിനിപ്പോ എങ്ങനെ നമ്മൾ ഇവിടുന്ന് മുങ്ങാ? ശരിയാ, നമ്മുടെ യൂണിഫോം കണ്ടാലേ എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ തന്നെ പോയാലേ ടീച്ചർക്ക് മനസ്സിലാകും. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അടുത്ത പിരീഡേ PT അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാക്കും വല്ല മതില് ചാടിക്കാണ്ട് പോയാലോ? വൈകുന്നേരം വല്ല വീട്ടിക്ക് പോവാ. ഇത് നല്ല ഐഡിയ. ഞാനേ കുറെ നാളായി വിചാരിക്കുന്നു ഒന്ന് കടലൊക്കെ കാണാൻ പോണെന്ന്. ശരിയാ, ഞാൻ കുറെ വിചാരിക്കണു ഷോപ്പിംഗ് മാളിലൊക്കെ ഒന്ന് കയറണമെന്ന്. ബെല്ലടിച്ചിട്ടോ? ഈ പീരീഡ് PT പീരീഡ് ആണ്. എല്ലാവരും ലൈനായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. എല്ലാരും ആദ്യം പോയിക്കോട്ടെ. നമുക്ക് ലാസ്റ്റ് ബാഗ് എടുത്തിട്ട് പോവാം. ടപ്പി, എല്ലാരും നല്ല കളിക്കുന്ന തിരക്കില്ല. ഇത് തന്നെ പറ്റിയ അവസരം. എടാ, സാറ് ഞാൻ കാണോ? ഡാലി, രണ്ടാളെ തുടങ്ങലും തൊലി കാണൂല. ഇത് വേണോ? ശരി, അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞേ? ഹലോ, വീട്ടിൽ വല്യമ്മങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പിന്നെ നീ ഇവിടെ നിന്നോ, ഞാൻ പോട്ടെ. എന്റെ ഒരു വല്യമ്മ തൊട്ട് നിക്കണ ഞാനുണ്ട്. ഈ മതിലിന്റെ ഉയരൊന്ന് നോക്കിക്കേ. എങ്ങനെ പിന്നെ മേലിന് ചാടുക? ആദ്യം നമുക്ക് ബാഗ് എടുത്തെറിയാം. ഉണ്ടോ ഞാൻ എറിഞ്ഞത്? ഇനി അതുപോലെ എറിയേ. നീ നോക്കി നിൽക്കുന്ന വേഗം എറിയാ നോക്ക്. സമാധാനായി. ബാഗ് രണ്ടും അവിടെ എത്തി. ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി മതിൽ ചാടാം. ആദ്യം ചാടാം. എന്റെ അമ്മേ, എന്റെ ദൈവമേ, എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നേ. ഇതെന്താ മണക്കുന്നേ? ഇതെന്താ ചാടകോ? ഞാനും ചാടുകയാണേ. നീ മാറിയില്ലേ? ചാടല്ലേ. എന്റെ തല. പേജ് ഇവിടെ എണീറ്റിട്ടില്ലേന്നാ? ഇനി എണീക്കാനാ? ഇവിടെ മൊത്തം ചാണകമാ. നീ കാണുന്നില്ലേ? നമ്മളെ മേത്തൊക്കെ ആയല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തില്ലേ? ഡ്രസ്സ് അവിടെ ഊരി മാറ്റിക്കോ. ഡ്രസ്സ് ഊരി മാറ്റിയേ? നീ താഴെ ഒന്നും ഇട്ടിട്ടില്ലേ? പിന്നെ എന്റെ കേറി വനിയനാ. അത് കുഴപ്പമില്ല, എന്റേത് അത് തന്നെ. എന്നാ പിന്നെ നീ ഇപ്പൊ ഡ്രസ്സ് ഊരാലേ? ഒരു കണക്കിന് അത് തന്നെ നല്ലത്. എന്നാ പിന്നെ നമ്മൾ രണ്ടാളും ആരും തിരിച്ചറിയില്ലല്ലോ. അത് നല്ലൊരു ഐഡിയ ആണ്. ഈ യൂണിഫോമിൽ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലേ എല്ലാവർക്കും മനസ്സിലാവും. ഇതേതായാലും നന്നായി. ഈ ബുദ്ധി കുറച്ച് നേരത്തെ തോന്നാത്തത് എന്തേ? അന്നപ്പോ കണ്ടാലേ ഒരു പിച്ചക്കാരനാന്ന് തന്നെ തോന്നുള്ളൂ. നീ ഒട്ടും കുറവൊന്നുമില്ല. ഇനി നമ്മൾ രണ്ടാളും ഫ്രീ ബേർഡ്സ് ആയി അല്ലേ? ഇനി നമുക്ക് ആർത്തുല്ലസിക്കാം. ടുട്ടു, നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞു? എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസാ. അങ്ങോട്ട് നോക്ക്, ഒരു ഐസ്ക്രീം വാന്. നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചാലോ? ഐസ്ക്രീം വാങ്ങിക്കാൻ എവിടെ നിന്നാ പൊട്ട പൈസ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് എവിടെ നിന്നാ പൈസ? മിനിഞ്ഞാന്ന് ഞാനേ അമ്മമ്മയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് 50 രൂപ തന്നിരുന്നു. അത് ശരി, ഇവിടെ എന്റെ കയ്യിലുണ്ടോ? ഞാനതെടുത്ത് എന്റെ ബാഗിലിട്ടിരുന്നു. നമുക്ക് അതുകൊണ്ട് പോയിട്ട് വാങ്ങാം. എല്ലാ പൈസയും കൂടി ഇപ്പൊ തന്നെ ചെലവാക്കണ്ട. നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാനുള്ളതല്ലേ. ശരിയാ, വാ നമുക്ക് പോയി വാങ്ങാം. ചേച്ചി, എന്താ മോനെ, എന്താ വേണ്ടേ? ചേച്ചി, ഒരു ഐസ്ക്രീമിന് എത്രയാ? ഒരു ഐസ്ക്രീമിന് 20 രൂപയാ മോനെ. അയ്യോ, 20 രൂപയോ? അതെ, നിങ്ങൾക്ക് എത്രണ്ണ വേണ്ടേ? ഒരെണ്ണം വാങ്ങിയാ മതി. നമ്മുടെ കയ്യിൽ ആകെ 50 രൂപയല്ലേ ഉള്ളൂ. ശരിയാ, പിന്നെ കാശ് തികയത്തില്ല. 2 ഐസ്ക്രീം എടുക്കട്ടെ മോനെ? ഒരെണ്ണം മതി ചേച്ചി, അതിനുള്ള കാശ് ഞങ്ങളെ കയ്യിലുള്ളൂ. എന്നാതെ ഒരു സ്ട്രോബെറി ഐസ്ക്രീം പിടിച്ചോ. കുട്ടാപ്പി, നമുക്ക് രണ്ടാക്കേ ഇത് വെച്ച് കഴിക്കാം. മോനെ നിക്ക്, ഇന്നേ ചെറിയൊരു ഓഫർ ഉണ്ട്. ഒരു ഐസ്ക്രീം എടുത്താലേ ഒന്ന് ഫ്രീയാ. ആണോ ചേച്ചി? എന്റെ ഫേവറേറ്റാ ചോക്ലേറ്റ് ഐസ്ക്രീം. താങ്ക് യു ചേച്ചി. കുട്ടാപ്പി, നല്ല ടേസ്റ്റ് ഉള്ള ഐസ്ക്രീം അല്ലേ? എന്നാ ഞങ്ങൾ പോവാണേ. പാവം പിള്ളാര്. നോക്ക്, ഇവിടൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ? ശരിയാണ്, കണ്ടിട്ട് ചാടി കുളിച്ചാൻ തോന്നുന്നുണ്ട് എനിക്ക്. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. മഴയൊക്കെ അങ്ങോട്ട് കൊള്ളട്ടെ. കുറെ കാലായി മഴയൊക്കെ കൊണ്ടിട്ട്. ഹലോ എടാ
കുട്ടാപ്പി ആരാ പിറകിൽ വിളിക്കുന്നേ? അറിയില്ല, തിരിഞ്ഞു നോക്കാൻ എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മളെ നാടല്ലല്ലോ അതിന്, നമ്മൾ കണ്ടാൽ മനസ്സിലാവൂലല്ലോ. ഇതൊന്നും പറയാൻ പറ്റൂല, ചിലപ്പോ അറിയണ ആരെയിലാണെങ്കിലോ. ഈ പൊട്ടന്മാർക്കത്താ ചെവി വെക്കൂലേ? ഏയ് ചേട്ടന്മാരെ, കുട്ടാപ്പി എന്റെ പോക്കറ്റിൽ കുറച്ച് സ്പോഞ്ച് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് കാട്ടാനാണ്? ഇത് വെച്ച് കുറച്ച് താടിയും മീശയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേ. അതെങ്ങനെ? ഇങ്ങനെ. എന്താ മോനെ, നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാ? അല്ല, ഞങ്ങൾ കുറെ ദൂരെ നിന്ന് വരുവാ. ശരി, നിങ്ങൾ രണ്ടാളും എവിടോ കണ്ട മാതിരി. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല മോനെ. എന്റെ നാട് അങ്ങ് പൊള്ളാച്ചിയിലാ, ഇവനെ കോയമ്പത്തൂരാ. ശരി, ഇന്റെ നാട്ടിലുണ്ടേ നിങ്ങൾ അതേ മരത്തിന് രണ്ട് കുരുപ്പാള് ഇട്ടും കുട്ടാപ്പിയും ഓല അതേ ഒരു മുഖച്ചേൽ നിങ്ങളെ കണ്ടിട്ട്. അത് ചിലപ്പോ തോന്നിയതായിരിക്കും. ഞാൻ ഇങ്ങക്ക് രണ്ടാൾക്ക് എങ്ങനെ ഇപ്പൊ തന്നെ ഈ താടി നരച്ചിക്കണേ? മോനെ അതൊന്നും പറയണ്ട, ഞങ്ങൾക്ക് ഒരുപാട് പ്രായമുണ്ട്, കണ്ട കുട്ടികളാന്നേ തോന്നും. ശരി, അത് നല്ല തമാശയല്ല. നിങ്ങളത്തെ തിന്നലേ ഓനിപ്പൊ എന്താ വേണ്ടേ? ഇത് പിന്നെ ഈ ചെരുപ്പടിമലയ്ക്ക് ഇതിലെ പോകാൻ പറ്റുമോ? പറ്റും പറ്റും, ഇതിലെ നേരെ അങ്ങ് പോയാ മതി. വലിയൊരു ഉപകാരമായി നിങ്ങളെ കണ്ടത്. ഞങ്ങൾ രണ്ടാളും പേര്, ഇവ ചിന്നത്തമ്പി, ഇവന് പെരിയ തമ്പി. രണ്ടാളും എന്തൊരു ഒത്തൊരുമേ, അമ്മ പറ്റ മക്കളാന്നേ പറയുള്ളൂ. എന്നാലും നിങ്ങൾ രണ്ടാളും എവിടോ ഞാൻ കണ്ടു പറഞ്ഞതാണ്. മിസ്റ്റർ ബാലനെ അറിയാമോ? നമുക്കൊരു ബാലനെ അറിയില്ല, ഒരു കോലനെ അറിയില്ല. ഒന്ന് പോയി തന്നാട്ടെ. ഇപ്പൊ ഇവിടെ നിൽക്കണം സേഫ് അല്ല, വേഗം ഇവിടെ മുങ്ങ. എന്റെ ദൈവമേ, ഇപ്പഴേ ഒന്ന് ശ്വാസം നേരെ വീണേ. ഈ കാലമാടിന് എവിടെ പോയാലും ഉണ്ടാവും. ഇവനൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചോണ്ട് വരുന്നതാവോ? ഇവന് നമ്മളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ എന്റെ കാര്യം കട്ടപ്പോകയായിരുന്നു. പറയാനുണ്ടോ അത്? അധിക നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോവാം. തൽക്കാലേ ഈ മീശ ഇവിടെ നിന്നോട്ടെ, അതാ നമ്മക്കും നല്ലത്. ഇത് ശരിയാ, മീശ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ നമ്മളാരും മനസ്സിലാക്കാത്ത. ടുട്ടു, വിശന്നിട്ട് ഉടല് കത്തുന്നുണ്ടടാ. എനിക്കും കത്തുന്നുണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? കയ്യിലിനി ആകെ ഒരു 30 രൂപയേ ഉള്ളൂ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെന്നെങ്കിലും ഇരന്ന് തിന്നേണ്ടി വരും. ഓക്കെ, ആരോടേലും പോയിട്ട് ഫുഡ് ചോദിച്ചു നോക്കാം. ഇപ്പോഴാ എനിക്ക് അമ്മയുടെ വിലയൊക്കെ മനസ്സിലായി. പാവം എന്റെ അമ്മ. ശരിയാ, അമ്മക്ക് എത്ര ഫുഡ് ഉണ്ടാക്കി തരാം, എന്നാലും നമുക്ക് കുറ്റം തികയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പൊ എവിടെ എത്തിക്കണമെന്നും പോലും അറിയില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം. എടാ, ഇവിടെ ഇങ്ങനെ നോക്കി നിന്നെന്ന് വെച്ച് ആര് നമുക്ക് ഫുഡ് കൊണ്ട് തരാനാ? ഒരൊറ്റ ആളെയും കാണുന്നുമില്ല. ടുട്ടു, എന്താടാ ഇങ്ങോട്ട് നോക്കേ. അയ്യോ, മിന്നു ചേച്ചി. മിന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ദൈവമേ, ഇത് പിന്നെ എനിക്കറിയാലോ സാം. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. എനിക്കും. നമ്മുടെ ഈ ബന്ധത്തിന് ആര് തടസ്സം നിന്നാലും ഞാൻ നിന്നെയെ കല്യാണം കഴിക്കൂ. ഈ ബന്ധം ഒരിക്കലും എന്റെ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലടി, ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ റിലീജിയൻ ആണോ പ്രശ്നം? അത് തന്നെയാ പ്രശ്നം. ഇപ്പൊ അതൊക്കെ നോക്കുന്നേ. എന്തായാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കും, ഉറപ്പാ. വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യും. അത്രയ്ക്ക് ധൈര്യമോ? അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ ടുട്ടുവില്ലേ, അവനായിരിക്കും ഇടങ്കോലിടുക. ആര്? നിന്റെ അനിയനോ? ആ പരട്ട അനിയൻ തന്നെ. അത് ശരി, അവനെ ഒതുക്കാനൊക്കെ എനിക്കറിയാം. അവനെ 2 കിൻഡർ ജോയിൽ ഒതുങ്ങിക്കോളൂ. നീ ഇവിടെ വന്ന് എന്റെ കുറ്റം പറയാലെടി. നിനക്കുള്ളത് ഞാൻ തരാം. ഈ ഗിഫ്റ്റ് വാങ്ങിക്ക്. പൊന്നു സാം, ഇതുകൊണ്ട് എനിക്ക് ഒരിക്കലും വീട്ടിലേക്ക് പോവാൻ പറ്റില്ല. അതെന്താ? അച്ഛനും അമ്മ ഇത് എവിടെന്നാന്ന് ചോദിക്കില്ലേ? അത് നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും തന്നതാന്ന് പറഞ്ഞാ പോരെ? ഒന്നും പറ്റില്ല സാം. നീ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് ഞാൻ കരുതും. ഇവൻ എന്ത് ഊളയാടാ? ഞാൻ ഇത്രയും സ്നേഹത്തോടെ നിനക്ക് തരുന്ന ഗിഫ്റ്റ് അല്ലേ, അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ പോലും നിനക്ക് താല്പര്യമില്ലേ? ഞാൻ വാങ്ങിച്ചോളാം. നല്ല കുട്ടി. ടുട്ടു, അവന്റെ അടുത്തോട്ട് നീങ്ങി വരുന്നു. എടാ, എന്റെ കൺട്രോൾ പോകുന്നുണ്ട്. ഞാനിപ്പോ പോയി ഒരെണ്ണം കൊടുക്കും അവക്കിട്ട്. വേണ്ട വേണ്ട, നമ്മൾ സ്കൂളിൽ നിന്ന് ചാടിയതേ അവരറിയും. അതിനേക്കാളും നല്ല അടിയാവും. എനിക്ക് നാണാകുന്നു, ഞാൻ പോവുക. അയ്യോ, നേരെ 4 മണി ആവാറായി. വീട്ടിൽ വൈകി ചെന്നാലേ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കും. പോട്ടെ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞാ നീ പോവോ? ഞാൻ പോവുക. ഇനി ഇവിടെ നിന്ന നേരം വൈകും. ഞാൻ കൊണ്ടാക്കി തരാടി. അയ്യോ, അതൊന്നും വേണ്ട. അപ്പൊ ശരി, ബൈ. എന്നെ സമ്മാനം കിട്ടിയില്ലാട്ടോ. ഞാൻ പോവും. അവന്റെ ഒരു സമ്മാനം നിനക്ക് ഞാൻ തരാടാ സമ്മാനം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാലും അവൻ എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക? എന്റെ ഭാവി അളിയനാ, ശരിക്കും കണ്ടോ? ഗിഫ്റ്റ് ബോക്സിൽ എന്താന്ന് അറിയണം എനിക്ക്.